ഹലോ അമ്മ. ഞാന് കാലത്തെ പണികളൊക്കെ കഴിഞ്ഞമ്മ. അവിടെയോ? ആ കാലത്ത് ഇപ്പൊ ദോശയൊക്കെ ഉണ്ടാക്കി. താങ്കൾ സ്കൂളിൽ വിടുന്നുണ്ട്, എന്തൊക്കെയാണ് കഴിക്കാൻ കൊടുക്കണ്ടേ, എന്തൊക്കെയൊക്കെ ഉണ്ടാക്കാൻ. അവിടെയോ? ആ അല്ലമ്മ, അവിടെ ഇന്നലെ അമ്മ പറഞ്ഞില്ലേ പുതിയ മിക്സി മേടിച്ചു. ആ പഴയ മിക്സി എന്നിട്ട് ചെയ്ത് അവിടെ ഉണ്ടല്ലേ? അതിന് വലിയ കംപ്ലൈന്റ് ഉണ്ടോ? കംപ്ലൈന്റ് ഇല്ലെങ്കിൽ ഞാൻ ക്രിസ്മസിന് വരുമ്പോഴേ അതോടെ ചോദിച്ച സ്ഥലങ്ങളുണ്ടല്ലോ, ഞാൻ അങ്ങോട്ട് വരുമ്പോൾ കൊണ്ടുവന്നോളാം. ചെറിയ കംപ്ലൈന്റ് വല്ലതുണ്ടെങ്കിൽ നമ്മൾ നന്നാക്കി വെച്ചോ, അല്ലെങ്കിൽ പിന്നെ നീ ഇവിടെ വന്നിട്ട് നന്നാക്കാനൊക്കെ നിൽക്കണ്ടേ. ചേച്ചി ഒന്നും വെള്ളം വന്നിട്ടില്ലത്. ഞാൻ നേരത്തെ വരാം, എന്നിട്ട് നമുക്ക് കെട്ടേക്കാം. പിന്നെ ചക്കി വാങ്ങിക്കായ അമ്മ ഇല്ലേ? സമയമായില്ലേ, 2 ദിവസം കൂടി കഴിയേണ്ടി വരും. നാളികേരം ഇട്ടമ്മ അവിടെ. നാളികേരം കുറച്ച് നാളികേരം മാറ്റി വെച്ചോളൂ കേട്ടോ. നാളികേരൊക്കെ കഴിഞ്ഞു. ചട്നി വെള്ളപ്പം എന്തെങ്കിലും എടുക്കുമ്പോൾ നാളികേരം വേണ്ടത് അപ്പൊ കഴിഞ്ഞു. കടയിൽ പോയി മേടിക്കാൻ വെച്ചാൽ വെറുതെ 40 രൂപ കൊടുത്ത് എന്തിനാ വെറുതെ വെച്ചിട്ടാ. ഒരു 5-10 മതി ഇപ്പൊ തൽക്കാലത്തേക്ക്. പിന്നെ ഞാൻ അടുത്ത പ്രാവശ്യം വരൂല, അപ്പൊ കൊണ്ടുവരാൻ ബാക്കി എല്ലാം കൂടി ഇപ്പൊ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാ വലിയ കാരണം. പിന്നെ അമ്മ അവിടെ പിന്നെ എന്നിട്ടാ അവിടെ തണുപ്പുണ്ടമ്മ ഇപ്പൊ കാലത്ത്? ഇവിടെ ഭയങ്കര തണുപ്പൊന്നു. പണ്ടൊക്കെ എന്ത് സുഖമായിരുന്നു, തണുപ്പത്ത് കുറച്ചും കൂടി എടുക്കുക, രാവിലെ അമ്മ ഉണ്ടാക്കി തരുന്നതൊക്കെ കഴിക്കുക. അതൊക്കെ ഒരു കാലം. ഇപ്പൊ എല്ലാവർക്കും ഞാൻ തന്നെ ഉണ്ടാക്കുന്നത്. എന്താ ചെയ്യ. അല്ലമ്മേ, അമ്മ ഇന്നലെ കുടുംബശ്രീ ശാരദ കണ്ടാ? അതില് പപ്പിമോളുടെ ഒക്കെ ബർത്ത്ഡേ ആയിരുന്നു അമ്മ. പപ്പിമോളുടെയും മറ്റേ സത്യക്കുട്ടിയുടെ ഒക്കെ കേക്കൊക്കെ മുറിച്ചു. ഈ ബർത്ത്ഡേ ദിവസമെങ്കിലും ആ ശാലിനിക്ക് പറഞ്ഞൂടാ? വിഷ്ണു താങ്കളുടെ അച്ഛൻ അന്ന് വിഷ്ണുവിനോടെങ്കിലും സത്യം പറഞ്ഞൂടാ അവൾക്ക്? അതും പറയില്ല അവള്. ഞാൻ അവളോട് പറഞ്ഞു അവിടുത്തെ എത്ര പ്രാവശ്യം പറയണമെന്നറിയും. ഞാൻ കഥ ഉണ്ടാക്കിയ ആളെ കണ്ടെങ്കിൽ ആളോടെങ്കിലും പറയാറുണ്ട്. ആരോട് പറയാ? മനുഷ്യൻ മടുത്തുക കാരണം നമ്മൾ തന്നെ പറഞ്ഞാൽ മതിയില്ല. അതല്ല മറ്റുള്ള കേക്കില് വിഷം വെച്ചിട്ട് ശാലിനിയെ കഴിക്കുക, ആരെ കഴിക്കുക? പക്ഷെ നാളത്തെ എപ്പിസോഡ് തന്നെ വെയിറ്റ് ചെയ്യുമ്പോ ഇനിയിപ്പൊ അതിന്റെ ഇടയിൽ നെറ്റങ്ങാനും കഴിഞ്ഞെങ്കിൽ പിന്നെ ബാക്കി പോകാൻ കാണാനും പറ്റില്ല. അമ്മ കണ്ടെങ്കിൽ ഞാൻ നാളെ വിളിച്ച് പറഞ്ഞോട്ടെ ഇവിടെ എന്തുണ്ടായി, ആരെ മുറിച്ച് കേക്ക് തിന്നൊന്നും അറിയേണ്ട ഒരു സമാധാനമില്ല. അമ്മ അപ്പൊ അവിടെ മഴ പെയ്താൽ 2 ദിവസം മുന്നേ എന്തിട്ട് മഴയായിരുന്നു അറിയും. ഇവിടെ റോട്ടിൽ കൂടെ ഒക്കെ നല്ല വെള്ളമൊക്കെ ഒഴുകി ഇങ്ങനെ പോവായിരുന്നു. വീട്ടിലേക്ക് വെള്ളം കയറുന്നില്ല. അങ്ങനെ വരില്ല. അവിടെയോ? അവിടെ കറണ്ട് ഉണ്ടായിരുന്നു അന്ന്? ഇല്ലാല്ലേ? ഇവിടെ കറണ്ട് വന്നും പോയി ഇങ്ങനെ നിൽക്കായിരുന്നു. അല്ലമ്മ, നമ്മളപ്പുറത്തെ വീട്ടിൽ പെണ്ണില്ലേ, ചേച്ചിയുടെ മോള്, അവള് ഉച്ചൂടി പോയിട്ട് എന്തായി? വെറുതെ അറിഞ്ഞ? ഇവിടെ നേരെ ജോലി കല്യാണം വെച്ചിട്ട് തന്നെ മനുഷ്യനില്ല. അപ്പോഴാണ് പിന്നെ ഒളിച്ചോടി പോണ അവള്. മനസ്സിലായവൾക്ക്. എന്താ ചെയ്യപ്പെട്ട പിള്ളേരുടെ ഒരു കാര്യം. പണ്ടൊക്കെ ഇങ്ങനെയൊന്നുമല്ലല്ലോ. വീട്ടുകാര് പറഞ്ഞാളെ കിട്ടിയപ്പോഴല്ലേ ഞാനൊക്കെ ഇങ്ങനെ കിട്ടി. പിന്നെ അവൾക്ക് എന്താ കുഴപ്പം? അവളങ്ങനെ കിട്ടിയാൽ മതി. പിന്നെ ചേച്ചി വിളിക്കാറില്ലേ അമ്മ? അവിടെ എന്നിട്ട് വിശേഷം? അല്ല, നമ്മുടെ പോലെ പട്ടിക്കുട്ടി എന്തിട്ട് പറയണ വിശേഷങ്ങള്? പട്ടിക്കുട്ടിക്ക് സുഖല്ലേ? പട്ടിക്കുട്ടിക്ക് പാല കൊടുത്തില്ലേ? ഞാൻ ക്രിസ്മസിൽ വരുമ്പോ കാണാൻ പട്ടിക്കുട്ടീന്ന്. ഇപ്പൊ വരാൻ പറ്റില്ല, നമ്മുടെ താങ്കളൊക്കെ സ്കൂളിലേക്ക് ഇവിടൊക്കെ വേണ്ടേ. ക്രിസ്മസിന് വരുമ്പോ 2 ദിവസം റെസ്റ്റ് എടുക്കാൻ വെച്ചിട്ടാ. പിന്നെ ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ മാറ്റി വെച്ചോട്ടാ. ചേച്ചി വിളിക്കുമ്പോ പറയണ്ടാട്ടാ ഏതൊക്കെ സാധനങ്ങളൊന്നും. അല്ലെങ്കിൽ പിന്നെ ചേച്ചി സാധനങ്ങൾ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്കില്ല, പിന്നെ എന്തിനു വെച്ചിട്ടാ. പിന്നെ ഞാൻ എന്നിട്ട് വേറൊരു സാധനം കൂടി പറയാന്ന് വിചാരിച്ചത്. എന്തിട്ടായിരുന്നു പക്ഷെ മറന്നുപോയി. ഞാനിപ്പോ നാളെ ഇനി വിളിക്കൂലോ, നാളെ വിളിക്കുമ്പോ ഞാൻ ഓർത്തിട്ട് ഞാൻ പറയട്ടാ. അതൊക്കെ മാറ്റി വെച്ചോട്ടെ. അയ്യോ, ദോശ അടുപ്പത്ത് വെച്ചു. പിന്നെ വിളിക്കട്ടെ. ബൈ. എന്റെ ദോശ.